ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോ ഹോണ്ടയുടെ CD ഡീലക്സ്. വണ്ടി ഒരു ആക്സിഡൻ്റ് ആയിട്ട് വന്നത്, അതായത് ബാക്ക് സൈഡിൽ ബൈക്ക് ബുള്ളറ്റ് ഇടിച്ചിട്ട് വണ്ടി ആക്സിഡൻ്റ് ആയതായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് ഡാമേജ് വന്നേക്കണ കേസ് ഒന്ന് നമുക്ക് ഈ ടൈലേറ്റ് അതിൻ്റെ ഈ സ്ക്രൂ ചെയ്യണ ഭാഗം അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിപ്പോയേക്കണതുകൊണ്ട് തന്നെ ഇവിടുന്ന് സ്ക്രൂ ചെയ്യണ ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് ഗ്ലാസ് മാത്രമായിട്ട് സെറ്റ് ചെയ്യൽ നടക്കില്ല, ഫുൾ അസംബ്ലി ആയിട്ട് മാറേണ്ടി വരും. അതേപോലെ തന്നെ നമുക്ക് ഈ വന്ന പീസ് ആയാലും നമുക്ക് ഒരു പീസ് മാത്രമായിട്ട് നമുക്ക് അവൈലബിൾ അല്ല. അത് കാര്യം ഇൻഡിവിജ്വലായിട്ട് പാർട്സ് ആയിട്ടാണ് വന്നെ, പക്ഷേ എങ്കിൽ കൂടി അത് ഒരുമിച്ച് സെറ്റായിട്ടാണ് കിട്ടുള്ളൂ. ഒരുമിച്ച് അങ്ങനെയാണ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കതങ്ങനെ സെറ്റായിട്ട് വേണം മാറ്റാനായിട്ട്. അതേപോലെ തന്നെ നമുക്ക് സൈഡ് ബോക്സ് ഡാമേജ് ഉണ്ടായിരുന്നു, അത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതേപോലെ സൈലൻസിൻ്റെ ബാക്കിൽ ഇടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്തുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഈ കപ്പ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫുള്ള് ചാടിപ്പോയേക്കാം, അപ്പോൾ ഉള്ളിലേക്ക് കയറിപ്പോയേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയുടെ സൗണ്ടിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. കാരണം ആ സൈഡ് ലീക്കേജ് വന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള സൗണ്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും അത് ഓൾറെഡി വെൽഡ് ചെയ്ത് പുറത്തേക്ക് ഇങ്ങനെ എടുക്കണം. അതിന് ശേഷം നല്ല രീതിയിൽ വെൽഡ് ചെയ്ത് ഈ സൈഡ് പിടിപ്പിക്കുകയും വേണം. പിടിപ്പിക്കുമ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ നമുക്കിത് പൗഡർ കോട്ടിങ് മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോട്ടിങ്ങും അഡീഷണൽ കൊടുത്തെടുത്താലാണ് ആ സൈലൻസർ അതേ രീതിയിൽ തന്നെ കിട്ടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ആ വെൽഡ് ചെയ്യുന്ന ഭാഗം തുരുമ്പിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് അത് ലെവൽ ചെയ്തതിന് ശേഷം വെൽഡിങ് നടത്തി അതിന് ശേഷം വേണം കോട്ടിങ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് താമസം വന്ന പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് വണ്ടി അത്യാവശ്യം ആയതുകൊണ്ടും തൽക്കാലം സൈഡ് ബോക്സ് മാറ്റിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് വിടണേ. അപ്പോൾ ഇതൊക്കെ പെൻഡിങ്ങിൽ നിർത്തിയാണ് വർക്ക് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ ടൈലേറ്റ് അസംബ്ലിയും അവൈലബിൾ അല്ല. ഈ ഐറ്റം ഈ ബാക്കിലത്തെ കോൾ സെറ്റും നമുക്ക് പഴയ മോഡൽ വണ്ടി ആയതുകൊണ്ട് ഐറ്റം ഒരു സ്ഥലത്തും നമുക്ക് റെഡി സ്റ്റോക്ക് ഇല്ല. ഐറ്റം ബുക്ക് ചെയ്തിട്ട് വേണം വരുത്താനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു താമസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ തൽക്കാലം നമ്മൾ സൈഡ് ബോക്സ് മാറ്റി റീസെറ്റ് ചെയ്ത് വിട്ടാലും ബാക്കിയത്തെ വർക്ക് പെൻഡിങ് ആണ്. അത് ഐറ്റം വന്നതിന് ശേഷമാണ് നമ്മൾ മൊത്തത്തിൽ വർക്ക് ചെയ്യുള്ളൂ. കാരണം ഞാൻ ടൈലേറ്റ് അസംബ്ലി അഴിച്ച് മാറണം, അതേപോലെ തന്നെ ഈ കൗൾ സെറ്റ് മാറണം, സൈലൻസർ ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് ഇല്ലാതിരിക്കാനായിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് വെൽഡ് ചെയ്തിട്ട് വേണം പൗഡർ കോട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത്രയും വർക്ക് ചെയ്യാനുണ്ട് വണ്ടിയിൽ കേട്ടോ. അപ്പോൾ തൽക്കാലത്തേക്ക് എമർജൻസി ആയിട്ട് ഐറ്റം വന്നവരെ വണ്ടി വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം അത്യാവശ്യം ഡെയിലി യൂസ് ഉള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ തൽക്കാലം ആ കണ്ട മെയിനായിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് നമ്മൾ വിടാണ്. ബാക്കിയത്തെ വർക്ക് പാർട്സ് വന്നതിന് ശേഷമാണ് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. അതിന് ശേഷമാണ് നമുക്ക് ബില്ലടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തൽക്കാലം ബാക്കിയത്തെ വർക്ക് പെൻഡിങ് നിർത്തിയിട്ടാണ് വിടണേ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് നമുക്ക് ബില്ല് എസ്റ്റിമേറ്റ് ബില്ല് എമൗണ്ട് അറിയണമെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് 100% അത് എത്രയാണ് അതിൻ്റെ കോസ്റ്റിംഗ്ലെസ് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്രോക്സിമേറ്റ് ഒരു ധാരണ തരാം, അത്രയാണ് നമുക്ക് പുറമേ നിന്ന് ചെയ്യാൻ പറ്റുക. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ഐറ്റം വന്നതിന് ശേഷം നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതിന് ശേഷം വന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതിന് ശേഷമാണ് നമുക്ക് ബില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ.